നമസ്കാരം. കേരളത്തിലെ സ്ത്രീകൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക സഹായ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വീട്ടിലെ കൊച്ചു കാര്യങ്ങൾക്കും മരുന്നുകൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത്. സ്ത്രീകൾക്ക് മാസം തോറും 1000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. എന്താണ് ഈ പദ്ധതി? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റ് സർക്കാർ പെൻഷനുകളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ഇതിലൂടെ ലഭിക്കും. ഇടനിലക്കാരില്ലാതെ തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾ ആയിരിക്കണം. പ്രായം 35നും 60നും ഇടയിലായിരിക്കണം. ട്രാൻസ് വുമൺസിനും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വീട്ടിൽ പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ശ്രദ്ധിക്കുക, നിലവിൽ മറ്റൊരു സർക്കാർ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയില്ല. ആവശ്യമായ രേഖകൾ എന്തൊക്കെ? അപേക്ഷിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കയ്യിൽ കരുതുക. ആധാർ കാർഡ്, കൃത്യമായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ബാങ്ക് പാസ്ബുക്ക്, പ്രായം തെളിയിക്കുന്ന രേഖ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ്, ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന, ദാതാ എംബേഡ്. എങ്ങനെ അപേക്ഷിക്കണം? എവിടെ സമീപിക്കണം? നിങ്ങൾക്ക് 2 രീതിയിൽ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ വഴി, കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നേരിട്ട് അപേക്ഷിക്കാം. നേരിട്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് ഓഫീസ്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ രേഖകളുമായി ചെന്ന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന രസീത് അഥവാ അക്നോളജ്മെന്റ് സ്ലിപ്പ് സൂക്ഷിച്ചു വെക്കാൻ മറക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ: തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ കൈപ്പറ്റാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ വാങ്ങിയ തുക 18% പലിശ സഹിതം തിരിച്ചടക്കേണ്ടിവരും. എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് അഥവാ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഈ പെൻഷൻ അപേക്ഷകയ്ക്ക് മാത്രമുള്ളതാണ്. അവരുടെ മരണശേഷം കുടുംബാംഗങ്ങൾക്ക് ഇത് ലഭിക്കില്ല. നമ്മുടെ അമ്മമാർക്കോ സഹോദരിമാർക്കോ അയൽവാസികൾക്കോ ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ ദയവായി ഈ വിവരം അവരിലേക്ക് എത്തിക്കുക. സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടാൻ ഇത് അവർക്ക് വലിയൊരു സഹായമാകും. നന്ദി. ഈ വിവരം നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ എഥഗരേവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.